ഹായ് ഗൈസ്, നമ്മളിപ്പോൾ കാണിക്കുന്നത് എ സി സിൻ്റെ കണക്ഷനാണ്. നമ്മളിപ്പോൾ പാനൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഈ മീറ്റർ പാനലിനുള്ള കണക്ഷൻ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഇതിൽ ഡി ജി ലൈനും അതേമാതിരി ഔട്ട് ഗോയിങ്. നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് യു ജി കേബിളാണ്. 10x4 യു ജി കേബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേമാതിരി 10ൻ്റെ ഒരു ഫേസ് ന്യൂട്രും ഡി ജി ലൈനുമാണ്. പാൻഡറിൻ്റെ എ സി സെല്ലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, 4 എ സി സെൽ. ഇതിലിപ്പോൾ ഇൻകമർ അവർ ഓൾറെഡി നേരത്തെ കണക്ട് ചെയ്തിട്ടതാണ്. ആദ്യം നമുക്കൊന്ന് കേബിളൊക്കെ ഒന്ന് ഒതുക്കി നമുക്ക് കണക്ടറിലേക്ക് എ സി സിലിൻ്റെ കണക്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒതുക്കി നിർത്തണം. എ സി എസിൻ്റെ അടിയിൽ 6 ലൈൻ കയറ്റാവുന്ന കണക്ടറാണുള്ളത്. മുകളിൽ ഔട്ട് ഗോയിങ് ആണുള്ളത്. 6ൽ 2 എണ്ണം ഡി ജിയുടെ ഫേസ് ന്യൂട്രലാണ്. നമ്മളിപ്പോൾ കേബിൾസൊക്കെ കറക്റ്റ് കണക്ടറിലേക്ക് കയറുന്ന രീതിയിൽ അളവിന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരേ അളവിൽ കട്ട് ചെയ്ത് സ്ലീവ് പോക്കി എടുക്കണം. കാരണം പിന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ച് നമുക്ക് അങ്ങനത്തെ പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്റ്റിപ്പർ എടുത്ത് ഉപയോഗിച്ച് സ്ലീവ് പോക്കുകയാണെങ്കിൽ അലുമിനിയത്തിന് ചെറിയ ഡാമേജ് വരും. അതുകൊണ്ട് ഒന്ന് ഒരു ബ്ലേഡ് എടുത്തിട്ട് സൈഡ് സ്ലീവ് ഒന്ന് ചെറുതായിട്ട് മുറിച്ച് കൊടുത്തിട്ട് സ്റ്റിപ്പർ കൊണ്ട് വലിച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ദിവസമായിട്ടും ഒരു വിവരവുമില്ലാത്തത് ഇതുപോലെയുള്ള ഭാരവാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന മനുഷ്യരാണ് ഈ തെരച്ചിൽ പൂർത്തിയാകുന്നത് വരെ മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷിരൂരി മണ്ണിടിച്ചുണ്ടായ മേഖലയിലെ ദൃശ്യങ്ങളാണ് സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണുന്നത്. ഭാഗത്ത് ഇപ്പോൾ ആ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് ആ യന്ത്രത്തിന്റെ ഉടമകളുടെയൊക്കെ ആവശ്യപ്രകാരമാണെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ പൂജയൊക്കെ നടത്തുന്നുണ്ട്. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെയൊക്കെ MLA യുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പൂജ നടത്തുന്നത്. യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നതിന് മുമ്പ് അതിനെ കണ്ടെത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി കൊണ്ടുവന്ന എക്സ്കവേറ്റർ അവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് MLA നേതൃത്വത്തിലാണ് അവിടെ ഇപ്പോൾ പൂജ നടക്കുന്നത്. പോലീസ്
ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെയുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ചു ചേർന്നത് അവരുടെ ഒരു രീതിയാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഒരുപാട് പേർ അല്ലാത്ത കമന്റുകളൊക്കെയായി വരുന്നുണ്ട്. എക്സ്കവേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് അവർ പ്രാദേശികമായി അവരുടെ വിശ്വാസമാണ്, അതാണ് അവർ ചെയ്യുന്നത്. അർജുനെ കാത്തുള്ള നമ്മുടെ കാത്തിരിപ്പ് 9ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ എക്സ്കവേറ്റർ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. നമ്മളെ ഏകദേശം ഇപ്പോൾ സ്ലീവ് പോക്കുന്ന അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ടെർമിനലിലേക്ക് UG കേബിൾ കണക്ട് ചെയ്യണം. ടെർമിനലിൽ വരുന്നത് RIB ബ്ലാക്ക് എന്നാണ് നമ്മുടെ ടെർമിനൽ കണക്ഷൻ വരുന്നത്. ഔട്ട് ഗോയിങ് വരുന്നത് ACSലിൻ്റെ മുകളിലാണ് ഔട്ട് ഗോയിങ് വരുന്നത്. നമ്മളിപ്പോൾ ടെർമിനലിൽ ഒരു കേബിൾ കണക്ട് ചെയ്ത് എല്ലാം ടൈറ്റ് ആക്കണം. ഒരു മീഡിയം ലൂസ് കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിൽ അത്യാവശ്യം ടൈറ്റ് ആക്കണം. ഓവർ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അലുമിനിയം കേബിൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഉള്ളിൽ. നമ്മളിപ്പോൾ ഔട്ട് ഗോയിങ് കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് DG കേബിളാണ് ഇതിലേക്ക് കയറാനുള്ളത്. ഇതിലിപ്പോൾ ഓൾറെഡി ഈ മീറ്റർ പാനലിന് വരുന്ന 3 ഫേസ് ന്യൂട്രും കണക്റ്റഡ് ആണ്. ഇനി ഇതിലേക്ക് DGയുടെ ഫേസ് ന്യൂട്രും ACSലിൽ കണക്ട് ചെയ്യണം. നമ്മളുടെ ACSലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കണക്ഷൻ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മീറ്ററും കൂടി വന്നാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മളിപ്പം ഇങ്ങനെയാണ് ഇൻകമർ കണക്ഷൻ വരുന്നത്. 6 ലാസ്റ്റത്തെ 2 എണ്ണം DGയും ആണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി നമുക്ക് 10 മീറ്റർ പാനലാണ് വരുന്നത്.